ഗായ്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ, അതായത് നമ്മളങ്ങനെ വ്ളോഗൊന്നും ഇപ്പോൾ കുറച്ച് ദിവസം എഡിറ്റ് ചെയ്യാറൊന്നുമില്ല. കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണാണല്ലോ, ഓണം എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓണം വെക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. സമയം ചെറുതായിട്ടൊന്നും താമസിച്ചു, അതാണ് ഇങ്ങനെ നടന്ന് എല്ലാവരും ചടി പിടിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ്. ഇതുവരെ പോയില്ല. ട്രെയിനിൽ എത്ര ദിവസം എടുക്കും പറയും? 5 ദിവസത്തെ ട്രിപ്പല്ലേ? നമ്മൾ ഇന്ന് എത്ര മണിക്ക് ട്രെയിൻ? 3:45 ട്രെയിൻ. നാളെ എപ്പോൾ എത്തും ഗോവയിൽ? നാളെ 10:45. അപ്പം നാളെ രാവിലെ 10:45 ഗോവയിലെത്തുന്നത്. അപ്പോൾ ഇന്ന് ട്രെയിനിലാണ്. കട്ടപ്പോറായിരിക്കും. അന്ന് ആലപ്പുഴയിൽ കാർ എടുക്കാൻ പോയപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു. എന്നാലും സംസാരിക്കൊന്നുമില്ല. നമ്മളവിടെ 16ഓളം ഫാമിലി ഉണ്ടല്ലേ? നമ്മളവിടെ കൂട്ടിയാണോ 16? നമ്മളെ കൂടെ കൂട്ടിയിട്ട് 16 ഫാമിലി ഉണ്ട് നമ്മളവിടെ. അതുകൊണ്ട് പിന്നെ വലിയ ബോറ് കാണത്തില്ല, സംസാരിച്ചൊക്കെ ഇരിക്കുക. അന്ന് ഞാനും അച്ഛനും കൂടെ പോയി. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കാണാത്തൊരു കയറി കാണുക. ചാനൽ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം 2:30. അപ്പോൾ 3:45 ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ടൂർ കോർഡിനേറ്റർ. ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മാത്രമേ ബാക്കിയുള്ളവർ കൃത്യമായിട്ട് എത്തത്തുള്ളൂ, അല്ലെങ്കിൽ വിളിച്ച് വരുത്തത്തുള്ളൂ. കണ്ണാണ് ഈ ഓടിപ്പടച്ചുള്ള സംഭവം. കല്യാണം ഉണ്ടായിരുന്നു, അതാ താമസിച്ച് ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കാണാം. ഓക്കെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. കമ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഇരിക്കുക. സംഭവം റെയിൽവേ സ്റ്റേഷനിൽ കയറുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം അതൊക്കെ അത്ര ക്ലിയർ ആയിട്ടല്ല എടുത്തത്. സമയം കുറച്ച് താമസിച്ചുപോയി. കാറ് കൃത്യമായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കാം, ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തു. എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഇനി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കും. ലാഗാണ്. 3:45. ഇപ്പം 3:45 ട്രെയിൻ എടുക്കും. പക്ഷേ നമുക്ക് സീറ്റ് വന്നിട്ട് അവസാനമാണ് കിട്ടിയിരിക്കുന്നത്. പരിചയമുള്ള അങ്ങനെ അധികം ആരും ഇല്ല. അതൊരു പ്രശ്നമാണ്. നോക്കാം, എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അല്ല, ട്രെയിനിൽ കയറിയിട്ടാണ്. ഇനി എന്തായാലും എത്ര മണിക്കൂറുണ്ട് മൊത്തം? 18 മണിക്കൂർ ട്രെയിനിൻ്റെ അകത്തിരിക്കണം. അങ്ങനെ ഒരു സീനുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ 3:45 ട്രെയിൻ എടുക്കും. മൊത്തം എടുക്കുന്നില്ല ആൾക്കാർ, അങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറിയിട്ടാണ്. ഓക്കെ ഗായ്സ്, ഫൈനലി ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ട്രെയിൻ എടുത്തോട്ടോ. ഞാനും ഇവിടെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതായത് ഈ ഒരു സീറ്റിൽ ചേച്ചി, പുറത്ത് 3 പേര് വേറെ വരും. വേറെ ആരുമില്ല. എല്ലാ ഫാമിലിയും കയറി പരിചയപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ആൾക്കാരെ മുന്നേ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചമ്മല. അതാണ് പറയാനുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വ്യാഴാഴ്ച രാത്രി ഒരു 11 മണിക്കെന്നാണ് ട്രെയിൻ തിരിച്ച്.
വ്യാഴമല്ലേ? ഓ, വ്യാഴാഴ്ച രാത്രി 11 മണിക്കാണ് ട്രെയിന്. പക്ഷേ വെള്ളിയാഴ്ച വൈകിട്ട് എത്തത്തുള്ളൂ. വെള്ളിയാഴ്ച പകൽ മൊത്തം ട്രെയിനിലിരുന്ന് ചാവും. ആ ഒരു സീനുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വീഡിയോ ആക്കാം. അല്ലാതെ ഞാൻ വെറുതെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യണം പ്ലീസ്, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സൈഡിലുള്ള വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയിൽ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും കട്ട പോസ്റ്റ് ആയിരിക്കും, നോക്കാം. നമ്മൾ 3:45 ട്രെയിനിൽ കയറി. ഇപ്പോൾ 4:45 കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇപ്പോൾ പരവൂർ സ്റ്റേഷനിൽ അങ്ങനെ നിർത്തിക്കുകയാണ്. പിന്നെ നമ്മളോട് വന്ന എല്ലാ ഫാമിലിയും നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. പക്ഷേ എനിക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും മുമ്പ് വെച്ച് ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോഴേ ചെറിയൊരു ചങ്ങൽ, അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തത്. പക്ഷേ കുഴപ്പമില്ല, അതൊക്കെ മാറ്റണം. എനിക്കങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, അതൊക്കെ മാറ്റിയെടുക്കണം. എന്തായാലും പ്രത്യേകിച്ച് തന്നെ പരിപാടിയൊന്നുമില്ല. സ്ഥലമൊക്കെ കണ്ട് പിന്നെ എത്ര നേരം ഓരോ സ്ഥലത്ത് അവരുടെ അടുത്തൊക്കെ പോയി പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കും. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടാണ്. ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ മൊത്തം ഇതായിപ്പോയി. ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ ഞാൻ ചെറുതായിട്ടാണ് എടുത്തത്. കാരണം ഉറങ്ങി. ഇപ്പോൾ ഫുഡ് കഴിച്ച് അച്ഛൻ വന്ന് എണീപ്പിച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇതേ അമ്മ അതിൻ്റെ ഇടയിൽ. ഓക്കെ, വേറെ നമ്മളോട് ഒരാളും കൂടെ ഉണ്ട്. പേര് പറയും. വിജയ് എന്നാണ് പേര്. എനിക്ക് ഒരു കൂട്ടിനെ കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ആൾ കൂട്ടായി. അപ്പോൾ ഇനി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 16 ഫാമിലി നമ്മളിവിടെ കൂട്ടിയിട്ടാണ്. ടോട്ടല് 15 ഫാമിലിയോളം ഉണ്ടെങ്കിലും എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. ഞാൻ അടുക്കത്ത് തന്നെയാണ്, കാരണം അറിയാനില്ല. അപ്പോൾ ഇനി എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല. കിടന്നുറങ്ങുക. ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കിടന്നുറങ്ങുക. രാവിലെ ഒരു 10:45 അങ്ങ് എത്തും. അപ്പോൾ ആ ഒരു പരിപാടി കഴിയും. അവിടെ നിന്ന് നമ്മളെ ബസ് എന്തോ വരും. നമ്മളെന്തോ ഗൈഡിനെ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ് വരും, അവരാണ് നമ്മളെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വലിയ വിഷയമൊന്നുമില്ല. പിന്നെ നാളത്തെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ പറയാം. അപ്പോൾ എന്തായാലും നാളെ കാണാം. ബായ് ഗൈസ്. ഫൈനലി രാവിലെ ആയിരിക്കുകയാണ്. രാവിലെ 7 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ താമസിച്ചു. ഇന്നലെ കടന്നത് ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചു. ഞാൻ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 9 മണി കഴിഞ്ഞപ്പോൾ കടന്നതാണ്. പിന്നെ അത്ര കംഫർട്ടബിൾ ആയതല്ല ട്രെയിനിൽ. കഴുത്തൊക്കെ എൻ്റെ അപ്പോൾ പിന്നെ ഇപ്പോഴാണ് എണീറ്റത്. ഫ്രഷായിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. അങ്ങനെ എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ രാവിലെ ട്രെയിനിലൊന്നും ഫുഡ് കഴിക്കാനുണ്ടോ അറിയില്ല. ചിലപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും അങ്ങനെയുള്ള. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നേരെ 10:45 ട്രെയിൻ എത്തും. നമ്മൾ തുമ്പൻ റെയിൽവേ എടുത്ത് നിൽക്കുവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസിങ്ങാണ്. അപ്പോൾ ട്രെയിൻ വന്നാലേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വെറുതെ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ കണ്ടോ, അച്ഛനൊക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി നിന്നിട്ട് വെറുതെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. വരൂ, ഇത് നമ്മളോട് വന്ന ഒരാളാട്ടെ. പേര് പറയൂ. രാജേഷ്. നമ്മളോട് വന്ന ഒരാളാണ്, ഫോട്ടോഗ്രാഫർ ആട്ടാ.
ട്രെയിനിലെ യാത്ര എങ്ങനെയുണ്ട് പറ? അടിപൊളി യാത്ര. ഇപ്പോഴാണ് യാത്രയുടെ സുഖം കിട്ടിയത്. ഈ സമയത്ത്, ഈ സമയത്ത് രാത്രി യാത്രയിലായിരുന്നു, പക്ഷെ രാവിലെ നല്ല രാവിലെ യാത്രയായിരുന്നു. പിന്നെ രാവിലത്തെ ഫുഡ് ഇഡലി, പിന്നെ ബ്രെഡ് ഓംലെറ്റ് ആണ്. ബ്രെഡ് ഓംലെറ്റ് സീനില്ല, നൈസാണ്. പക്ഷെ ഇഡലി കൊള്ളാം, പക്ഷെ സാമ്പാർ ഇച്ചിരി അത്രയ്ക്ക് ഇങ്ങോട്ട് പോരാ. അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതെ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് സമയം കൂടെ എടുക്കുമെന്ന് തോന്നുന്നു ഇവിടുന്ന് കഴിയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടങ്ങ് നിൽക്കുക. എന്നെ കാണണ്ടോ, നല്ല വെയിലാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 8:15 ആയിട്ടുള്ളതേ ഉള്ളൂ. 11 മണിയാവോ? ബാബാ കോർഡിനേറ്ററോ എന്താണ് പറ, ഇനി എത്ര മണിയാവും? അവിടെ എത്ര മണി? അതിന് മഡ്ഗാവിൽ എത്താനായിട്ട് ഇനി ഒരു 11 മണിയെങ്കിലും ആവും. ഇപ്പോൾ ഇവിടെ കൊങ്കൺ റെയിൽവേയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്ത് ട്രെയിൻ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുന്നതാണ്. അതാണ് ഇവിടെയൊക്കെയാണ്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ ആര് വരും? അവരുടെ ആൾക്കാർ അതവിടെ വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. മുൻകൂട്ടി തന്നെ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏത് ഹോട്ടലാണ്? ലൈലാസ് ഹോം സ്റ്റേ എന്ന് പറയുന്നിടത്താണ്. ബാഗ ബീച്ചിലാണത് നമ്മുടെ അക്കോമഡേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഗ്രൂപ്പാണ്, 55ഓളം അംഗങ്ങളാണുള്ളത്. വിവിധ കുട്ടികളും ഏജ്ഡ് ആയിട്ടുള്ളവരും ഒക്കെ ചേർന്നിട്ടുള്ള 54 പേരടങ്ങുന്ന 15 ഫാമിലീസാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഓക്കെ, 15 ഒരാൾ പറഞ്ഞു, നേരത്തെ 16 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തായാലും ഫോൺ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയത്തില്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല, ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മളെ വിളിക്കാനായിട്ട് ആൾക്കാർ വരും എന്നാണ് അറിഞ്ഞത്, അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കാണിച്ചു തരാതെ. ആരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നടന്നു പോകുന്ന വ്യക്തിയാണ് നമ്മളെ കോർഡിനേറ്റർ, എൻ്റെ അച്ഛൻ. ആൾക്കാർ വന്നതല്ലേ നോക്കാം, നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും ആൾക്കാർ. അപ്പോൾ ഇതെല്ലാം നമ്മളോട് വന്നു വരാം കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാനാട്ടോ പറഞ്ഞത്. അയ്യോ എൻ്റെ പെട്ടി, എനിക്ക് അച്ഛൻ പണി തന്നു, ഇതും വലിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അമ്മയൊക്കെ ഇവിടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് പറഞ്ഞത്. കിടില എയർപോർട്ടാട്ടാ. സോറി, എയർപോർട്ടല്ല, റെയിൽവേ സ്റ്റേഷൻ, മാറിപ്പോയി. പെട്ടെന്ന് എയർപോർട്ടെന്ന് പറഞ്ഞു. ബസ് എവിടെ? 2 ബസ് എന്തോ വരുമെന്നാണ് പറഞ്ഞത്. ഒരു ട്രാവലർ, ഒരു വലിയ ടൂറിസ്റ്റ് വണ്ടി. അറിയത്തില്ല, നോക്കാം. വന്നില്ല, അവരെ വിളിച്ചിട്ട് ബിസിയാണ്. അപ്പോൾ വണ്ടി നമ്പർ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് വണ്ടി തപ്പാൻ പോവുകയാണ്. അതാണ് 86. പക്ഷെ അത് വേറെ 86. എല്ലാം കൂടെ തിരിഞ്ഞു പോകുന്നു. പൊരിഞ്ഞ വെയിൽ. ഇത് 68 അല്ലേ? തിരിഞ്ഞു കിടക്കും, എല്ലാം തിരിഞ്ഞു കിടക്കുന്നേട്ടാ. ഗൈസ്, ഇതൊന്നുമല്ല, വണ്ടി തപ്പുന്നത് ഇച്ചിരി ചടങ്ങാണ്. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ അച്ഛനൊന്ന് വിളിച്ചോട്ടെ. നേരത്തെ നമ്മൾ കണ്ട 68 വണ്ടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അവർ നമ്പർ തിരിച്ചാണ് എഴുതിയിട്ടിരുന്നത്, 86. അവരെന്ത് ചെയ്യാൻ? അപ്പോൾ നമ്മളെ ഒരു ടീമാട്ടോ ആ ബസ്സിൽ. വേറൊരു ടീമുണ്ട്, അതായത് ഞാൻ, ഈ ചേട്ടൻ, അവരൊക്കെ നമ്മളോടെയാണ്. അത് വേറൊരു ബസ്സുണ്ട്. അപ്പോൾ ഈ ലഗേജൊക്കെ ഇപ്പോൾ വലിയ വണ്ടിയിൽ കയറ്റാനാണ് പോകുന്നത്. വലിയ ബാഗുകൾ മാത്രം നമ്മൾ ഈ ബസ്സിൽ കയറ്റും. ബാക്കിയെല്ലാം നമ്മുടെ ട്രാവലർ വരും. നമ്മളെല്ലാം അതിലാട്ടോ പോകുന്നത്. നാളത്തെ കാര്യമൊക്കെ സൗകര്യം പോലെ ചെയ്യും. ഇപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബസ്. എയർപോർട്ട് പോലെയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മൾ ബസ് എപ്പോൾ വരുമെന്തോ. അപ്പം എന്തായാലും കുറേ നേരം കൊണ്ട് ഞാൻ പറയാം, ബസ്സിൽ കയറിയിട്ടാണ്. നമുക്കുള്ള ബസ് ഇതുവരെ വന്നിട്ടില്ല എന്നതുള്ളതാണ് സത്യം. ഫൈനലി നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്.
കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ ഈ ബസ്സിൽ. കാരണം നമ്മൾ മറ്റേ വലിയ വണ്ടി, ഞാൻ പറഞ്ഞല്ലോ 2 വണ്ടിയുണ്ട്. ഇത് ഞാൻ ഉദ്ദേശിച്ച ട്രാവലർ അല്ലേ, ഇത് ചെറിയൊരു വാന് പോലത്തെ മിനി വാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നമ്മളോട് ഇന്നലെ ഉണ്ടായതോ അറിയാലോ. അപ്പോൾ നമ്മൾ 2 പേരുണ്ട് ബാക്കിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ട്രെയിനിലെ എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഇത്തിരി ബോറായിരുന്നു ട്രെയിനിൽ. സ്വാഭാവികം, ട്രെയിനിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ സംസാരിച്ച് പിന്നെ വിഷയമൊന്നും ഇല്ല സംസാരിക്കാൻ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ നാളെ അല്ല ഇന്നിനി നേരെ റൂമിലോട്ട് പോകുന്നു, ഫ്രഷ് ആവുന്നു, കുറച്ച് റെസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് കറങ്ങാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ ആണ് ഇരിക്കുന്നത്. നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനി എന്തായാലും റൂമിൽ എത്തിയിട്ട് കാണാം. ഒരുപാട് വീഡിയോ ലെങ്ത് ആയി, നിങ്ങൾക്കും ബോറായിരിക്കും, എനിക്കും അത് ബുദ്ധിമുട്ടായിരിക്കും എഡിറ്റ് ചെയ്യാൻ. ഓക്കെ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഒരു ടി വി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, പിന്നെ വിശാലമായ ഒരു ബാൽക്കണി ഉണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് അവിടെയാണ്. അയ്യോ, ഇതെൻ്റെ അമ്മയാണ്, അറിയായിരിക്കും. പിന്നെ ഇത് ടോയ്ലറ്റാണ്. ഇവിടെ ഒരു വാഷ് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട്. ദിസ് ഈസ് ബെഡ്റൂം. ഇവിടെ ഒരു ഷെൽഫുണ്ട്. ഇത് ബാൽക്കണി ആയിരിക്കും, തുറന്നില്ല, നോക്കാം. ബെഡ്റൂം ആൻഡ് ടോയ്ലറ്റ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല. ഓക്കെ, പിന്നെ വന്നത് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരാൾ ഒന്ന് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ തന്നു, എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ ഉള്ളത്. കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഇന്ത്യയാണ്. ഇനിയും ഇതിൻ്റെ പാർട്ട് 1, ഇത് പാർട്ട് 1 ആയി, പാർട്ട് 2, പാർട്ട് 3, അങ്ങനെ ഒരുപാട് പാർട്ടുകളൊക്കെ വരാൻ ഉണ്ട്. സോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.